അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സാലിയാസ് വേൾഡ്. അപ്പോൾ ഇതാ ഞങ്ങളിന്ന് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ ഇന്ന് പുറത്ത് പോകുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിന്ന് പുതിയ വണ്ടിയിലാണ്. ഇതിൽ കൂടെ തന്നെ പരപ്പനങ്ങാടി കൂടെ അല്ലേ. അപ്പോൾ ഒന്ന് ഞങ്ങൾ പോകുന്നത് പുതിയ വണ്ടിയിലാണ്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ പുതിയ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത്. ഈ പുതിയ വണ്ടി ഞങ്ങൾ എടുത്ത് ഞാൻ വീഡിയോ എടുത്ത വീഡിയോ കാണിച്ചിരുന്നു കേട്ടോ. പക്ഷേ ഇതിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരുപാട് കാലത്ത് ഒരു 2-3-4 വർഷമായിട്ടുള്ള കാക്കാൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു വണ്ടി ഒന്ന് മാറ്റണം എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അത് സാധിച്ച്. അപ്പോൾ ഞങ്ങളിപ്പോൾ വണ്ടി മേടിച്ചിട്ട് ഏകദേശം കഴിഞ്ഞ ശനിയാഴ്ച മുന്നത്തെ ശനിയാഴ്ച അല്ലേ, ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി വാങ്ങിച്ചിട്ട്. അതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് നമ്മൾ വണ്ടി അങ്ങനെ ഉണ്ട് വാങ്ങിച്ച കൂടെ ഉണ്ട് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. കാക്കാൻ്റെ സിസ്റ്റത്തേക്ക് മാറ്റണം. അപ്പോൾ അതിന് കൊടുത്തിരുന്നു. അതൊക്കെ പാടി ആയിട്ടാണ് ഇപ്പോൾ ഒരു ആഴ്ച കഴിഞ്ഞത്. കാക്ക ഇന്നലെ മുതൽ കാക്ക ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ പഴയ വണ്ടി നമ്മൾ കൊടുക്കുകയാണ്, എക്സ്ചേഞ്ചാണ് നമ്മൾ ചെയ്യണം. അപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്യാൻ കൊടുത്ത് ഇനിയിപ്പോൾ നാളായിട്ട് വണ്ടി കൊണ്ടുപോകും. അപ്പോൾ ഇത് കിട്ടിയതിന് ശേഷം നമ്മൾ തന്നെ പുറത്ത് പോയിട്ടില്ല. ഇപ്പോൾ വിചാരിച്ച ഒരു ദിവസം ലീവ് കിട്ടിയപ്പോൾ എന്തായാലും ഒന്ന് പോകാമെന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മൾ ഇറങ്ങിയ സമയത്ത് തന്നെ ഇൻട്രോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചാൽ മോളെ കൊണ്ടുവന്നിരിക്കുമ്പോൾ ഓൾ ഉറങ്ങിയിട്ടോ. അപ്പോൾ നമുക്ക് 1-2 കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ടായിരുന്നു. ഇവൾക്കൊരു ആധാർ കാർഡ് എടുക്കാനുണ്ടായിരുന്നു. ഇവൾക്ക് ആധാർ കാർഡ് ഇല്ല. അപ്പോൾ ഞങ്ങൾ അതിനും കൂടിയുള്ള ഞങ്ങൾക്ക് വേറൊരു ഒരു ആവശ്യം വന്നപ്പോൾ ആധാർ കാർഡ് വേണമെന്ന് തന്നെ. അപ്പോൾ പിന്നെ സഡനായിട്ട് ഞങ്ങളൊരു ആധാർ കാർഡ് എടുക്കാൻ അക്ഷയയിലൊക്കെ ഒന്ന് കയറാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് പോകുന്നതിനും നമ്മൾ ഉറങ്ങാനായി. നമുക്ക് നല്ല ഉറക്കം ഒരു ഇതായിരുന്നു. അപ്പോൾ പിന്നെ വേഗം ഉറക്കി ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അതാ ജസ്റ്റ് തിരൂരെത്തിയിട്ടുള്ളൂ കേട്ടോ. പക്ഷെ ഒരുപാട് ടൈമായി. ഞങ്ങൾ ഏകദേശം 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചു. 10:15 ആകുമ്പോഴത്തേന് ഇറങ്ങി. 10:10 ആകുമ്പോഴത്തേന് ഞങ്ങൾ ഇറങ്ങി. പക്ഷെ അതൊക്കെ പാടി കഴിഞ്ഞപ്പോൾ 10-11 തിരൂരെത്തിയപ്പോൾ എപ്പോഴാണ് ഞങ്ങൾ പോയി വരുന്നത് ഞങ്ങൾക്കറിയില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങളിങ്ങനെ വഴിയെ അറിയിച്ചോളാം. എന്തെങ്കിലും പറയാനുണ്ടോ? ആസ് യൂഷ്വൽ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ ഓരോരോ ഭാഗങ്ങളായിട്ട് എനിക്ക് കാണിച്ചു തരാം. പിന്നെ വണ്ടീൻ്റെ ഒന്നും കാണിച്ചിട്ടില്ല. എനിക്ക് വണ്ടീനെ പറ്റിയിട്ടാണ് പ്രത്യേകിച്ച് പറയാനൊന്നും തന്നെ അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ വണ്ടീനെ പറ്റിയിട്ടൊന്നും പറയാത്ത. വാഗനറിൻ്റെ വണ്ടീനെ പറ്റിയിട്ടെങ്കിലും 2 വാക്ക് പറയാമോ? ഒന്നും പറയാനില്ല. ഇത് വാഗനർ തന്നെ ഉണ്ടോ. വാഗനറിൻ്റെ പുതിയ മോഡല്, അതായത് ഇപ്പോഴത്തെ പുതിയ മോഡലാണ് എടുത്തത്. അത്ര തന്നെ ഉള്ളു. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോൻ്റെ കാര്യങ്ങൾ നമ്മളിങ്ങനെ പോണ വിശേഷങ്ങൾ നമ്മൾ എന്നും പോകണ മാതിരി തന്നെ കാലിക്കറ്റൊക്കെ നമ്മൾ എടുക്കേണ്ടി ഒരു മാൾക്ക് പോകും, ബീച്ചിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടേക്ക് പോകും. അത്ര തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ബാക്കി ആൻസർ ഞാനെന്താ പറയുക, ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറയണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ എടുത്ത സമയത്ത് ഇൻട്രോ കൊടുത്തോണ്ട് ഞാൻ അതപ്പം പറയാതിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് 7 മാസങ്ങൾക്ക് ശേഷം കേട്ടോ. ഞാൻ ശരിക്കും വീഡിയോ നമ്മൾ ഡിസംബറിലെടുത്ത വീഡിയോ ആണ്, വണ്ടി എടുത്ത സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് ജൂലൈ ആയി. ഡിസംബർ 3-ാം തീയതി ഏകദേശം എടുത്ത വണ്ടിയാണ്. അതിന് ശേഷമുള്ള വീഡിയോ ഇരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കാത്ത കുറേ സംഭവങ്ങൾ അതിൻ്റെ ഇടയിലുണ്ടായി. നമ്മൾ പ്രതീക്ഷിക്കാതെ കുറേ എന്താ പറയുക, നമുക്ക് ഒരിക്കലും പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ സംഭവങ്ങളുണ്ടായി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ലാഗ് ചെയ്ത് ശരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ അതുപാടെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത് ഇതിൽ വണ്ടി എങ്ങനെ ഓടിക്കാൻ എന്താ പാട്, എന്താ പ്രത്യേകിച്ച് എന്തോ ഒരു നോർമൽ വണ്ടിയല്ല, എന്തോ ഒരു എൻജിൻ്റെ അതായത് മറ്റേ നോർമലൊരു വണ്ടി കാക്ക പറഞ്ഞത് പഴയ വണ്ടീൻ്റെ അതേ ഒരു ഫീലേ കിട്ടുള്ളൂ. പുതിയ വണ്ടിന്ന് തോന്നണമെങ്കിൽ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് എന്താ കൂടുതലെന്തോ ക്യാഷ് കൂടുതലുണ്ടെന്ന് തോന്നണേ. കുറച്ച് സിലിണ്ടർ 4 സിലിണ്ടർ വണ്ടി. ഞാൻ എനിക്ക് വണ്ടിനെ പറ്റി വലിയ അഭ്യസനമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് അതിനെ പറ്റിയൊന്നും പറയുന്നത്. കാക്കാക്കാണ് വണ്ടീൻ്റെ ഭയങ്കര കുറേ കാലമായിട്ടില്ല. പിന്നെ വേറെ ഇപ്പം ഞങ്ങളോട് 1-2 ആൾക്കാർ ചോദിച്ചു
ഇപ്പം കുടുംബത്തിൽ തന്നെ പലരും ചോദിക്കുന്ന കാര്യമുണ്ട്, നിങ്ങളെന്താ വാഗനറിൻ്റെ ഫാൻസാണോന്ന്. കാക്കാക്ക് ഈ ഹൈറ്റുള്ള വണ്ടി വേണം, അതാണ് കാക്കാക്ക് ഇഷ്ടം. ഈ കുനിഞ്ഞിരിക്കണ മറ്റേ വണ്ടികൾക്കൊക്കെ നല്ല ഹൈറ്റുള്ള വണ്ടി ആകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇതുണ്ടാവില്ല. കാരണം വാഗനർ കുറച്ച് നല്ല ഹൈറ്റാണ്. മറ്റേ വണ്ടി സ്വിഫ്റ്റ് ഒന്നും ഭയങ്കര കുഞ്ഞിരിക്കണമാതിരി തോന്നുന്നു എപ്പോഴും കാക്കാക്ക് അതിനോടൊക്കെ ഇഷ്ടം വാഗനറാണ്. അപ്പോൾ അത് തന്നെ നോക്കുകയാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ വാഗനർ എടുക്കുള്ളൂ. അപ്പോൾ വാഗനറിൻ്റെ പുതിയത് ന്യൂ വേർഷൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വണ്ടിനെ പറ്റിയിട്ട്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. AC ഓഫാ തോന്നണം, അതുകൊണ്ട് കുഴപ്പമില്ല. പെണ്ണോണ്ട് ഇരുന്ന് ഇവോ വേണോ? വേണ്ടേ? അങ്ങനെയല്ല, അത് കുടിച്ചോ വായിലേക്ക്. ശുദ്ധ കുടിക്കമേ താക്കരുത്. കറക്റ്റ് ഞങ്ങള് ഒരു എവിടെയെന്ന് സ്ഥലം കുറ്റിപ്പാലെത്തിയപ്പോൾ ഞങ്ങള് ഇനിയിപ്പോൾ നേരെ ഹൈവേ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടില്ല. അപ്പോൾ വയറിങ്ങനെ കുറേ വെള്ളത്തിന് നല്ലതാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി ഗ്ലാസ് വെള്ളം കുടിക്കാൻ ഇറങ്ങിയപ്പോൾ ആയിട്ടാണ് നീ കറക്റ്റ് ടൈമിൽ ആ കുടിച്ചോ. അപ്പോൾ അതാ നമ്മൾ ഹൈവേക്ക് കയറിയിട്ട് കുറച്ച് നേരമായി. അപ്പോൾ ഇവിടെ എത്തിയെന്നല്ല ഇടണ്ട. കക്കാട് എത്തി. അപ്പോത്തിന് പിന്നെ ഇപ്പം നമ്മൾ ഉറങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ ഫുള്ള് ദുൽമിലാണ്. എവിടെയാ? വീണ്ടും പോക്കറ്റ് റോഡ് കയറിയില്ലേ? അത് ശരിയാക്കി തുടങ്ങിയില്ലേ? നമ്മൾ ചോദിച്ചതിൻ്റെ ഒക്കെ സ്ഥലമല്ലേ? അപ്പോൾ ഇതാ ഏകദേശം പോയി തുടങ്ങി. ഇവിടെ ഒരാൾ ദുൽമ് തുടങ്ങി. ഈ കുട്ടിയെ എന്താ പണി? അവളെ കയ്യിൽ ഒരു മുട്ടായി അടിച്ചു കൊടുത്താണ് കേട്ടോ. എന്നാൽ പിന്നെ പൊട്ടിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. എന്നിട്ട് ഇപ്പം പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇടുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുക, എന്നെ കൊണ്ട് എടുപ്പിക്കുക, ഇതൊക്കെ തന്നെ പണി. ദാ ഇത് പിടിക്ക്. ഇലി ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ വെച്ച ഫുള്ള് എല്ലാരും വിളിച്ച താത്ത വിളിക്കണേട്ടെ. അതാ ആട് വീണില്ലേ, എടുത്തരാം. അതാ വണ്ടിമ്മ ഞാൻ ഇന്ന് കാണുന്നുണ്ട്, ആദ്യമായിട്ട് കാണുകയാണ്. കുറേ ഇതുണ്ട് കേട്ടോ. ഈ ഒരു എന്താ പറയുക സ്റ്റിയറിങ്ങിമ്മ എന്തൊക്കെയാണ് പാട്ട് സൗണ്ട് കൂട്ടുക, കുറക്കുക, പാട്ട് മാറ്റുക, പിന്നെ ഫോണൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എടുക്കുക, അതേപോലെ എന്താണ് അതൊക്കെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുക. ഇതെന്താ പറയാ, ഇതെന്താ പറഞ്ഞ നടക്കത്തെ സാധനം ഫോണ്. അതിങ്ങനെ കൊള്ളിച്ച് കാര്യങ്ങളൊക്കെ എടുക്കണേ മൊത്തത്തിൽ സെറ്റപ്പ് ഇട്ടാൽ ഞാൻ സത്യം പറഞ്ഞിട്ട് ഞാൻ ഇന്ന് കാണുകയാണ്. അതായത് ചില വണ്ടിക്ക് ഉണ്ടാവും അത്ര ഇത്, പക്ഷേ നമ്മളെ പഴയ വണ്ടിക്കൊന്നും കണ്ടിട്ടില്ലല്ലോ. സിബിൻ്റെ വണ്ടിക്കും ഞാൻ കണ്ടിട്ടില്ല, ചില വണ്ടിക്ക് മാത്രമേ ഉള്ളൂ അത്ര ഇങ്ങനത്തേത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ആദ്യമായിട്ട് കാണാം കേട്ടോ. കാക്ക ഇങ്ങനെ പാട്ടിൻ്റെ സൗണ്ട് ഇങ്ങനെ കുറക്കുന്നുണ്ട്. അപ്പോൾ ഈ സൗണ്ട് കുറക്കണത് എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവണം കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോഴാണ് വണ്ടിമ്മ സെറ്റപ്പുള്ള ഞാൻ കാണുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. കാരണം ഞാൻ കണ്ടിട്ടില്ല, കാണാത്തൊരു സംഭവം ആയതുകൊണ്ട്. നല്ല വെയിൽ വരുന്നുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും ഗ്ലാസ് മാറ്റണം. ഹൈവേക്ക് കയറിയുള്ള കൂടെ ഉള്ളൊരു എന്താ പറയുക നെഗറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെയിലാണ്. ഈ സമയത്തൊക്കെ ഭയങ്കര വെയിലാണ്. വൈകുന്നേരം രാത്രിയും രാവിലെ ഒന്നും വിഷയം ഉണ്ടാവില്ല, പക്ഷെ ഉച്ചക്കൊന്നും
തീരെ ഹൈവേ കൂടെ പോകാൻ വയ്യ, ഭയങ്കര വെയിലാണ്. കുട്ടിയെ മുത്തോടെ അമ്മാന്റെ കുട്ടിയുടെ അമ്മാന്റെ കുട്ടിയുടെ എവിടെ ഇതാ. കുഞ്ഞാറ്റേ എന്തെന്ന് കയ്യിലെന്നറിയാം. ഞങ്ങളിതാ യൂണിഫോമൊക്കെ ആയി ഞങ്ങൾ കഞ്ഞി കുടിക്കുകയാണ്. അപ്പം ഇതാ ഭക്ഷണം കഴിക്കണ്ടേ. എങ്ങനെയുണ്ട് കുറ്റിച്ചിറ ബിരിയാണി? സൂപ്പറാ. കുറേ ആയി ഞങ്ങൾ കുറ്റിച്ചിറ ബിരിയാണി. ഇത് ഞങ്ങൾ ഒരു പ്ലേറ്റൊക്കെ ഉണ്ട്. പിന്നെ ചിക്കൻ 65 അല്ലേ, അത് സൂപ്പറാണ്, രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കാക്കാൻ്റെ കഴിക്കലും മോളെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അപ്പോൾ നേരെ കുറ്റിച്ചിറ ബിരിയാണീൻ്റെ സെൻറ്ററിൻ്റെ അടുത്ത് നിന്ന് മാറിയിട്ട് ബീച്ചിൻ്റെ അടുത്ത് വന്നു കേട്ടോ. കണ്ടോ, നല്ല ബീച്ച് സൈഡിൽ നിന്നിട്ട് ചിക്കൻ ബിരിയാണി. ടേസ്റ്റുള്ള ബിരിയാണി. ഗായക അപ്പോൾ ഇതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ബീച്ചിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാണ്. അപ്പോൾ എൻ്റെ മോളെ കാണിച്ചിട്ടുണ്ട് എവിടെ നിന്ന് ഇവ ഏതെങ്കിലും കുട്ടികളുണ്ടാവുക കാലിൻ്റെ തൊട്ട്. അതിന് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഇരിക്കണത്. അവിടെ തന്നെ ഇരിക്കുള്ളൂ. മടിയിലിരിക്കാൻ പറഞ്ഞേ മടിയിൽ നിന്ന് ഇറങ്ങിയായിട്ട് പോകും. നമ്മളവിടെ ഇരുന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരുമ്പിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നോളും. അപ്പോൾ അതാ നമ്മൾ ബീച്ചിലെത്തി. ഫസ്റ്റ് തന്നെ ബീച്ചിൽ കേട്ടോ വന്ന്. കാരണം ഞങ്ങൾ കുറ്റിച്ചിറ ബിരിയാണി തിരഞ്ഞിട്ടാണ് വന്നത്. കുറേ ദിവസമായി ഇങ്ങനെ കാലിക്കറ്റ് വരുമ്പോൾ കുറ്റിച്ചിറ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും ബിരിയാണിയൊക്കെ ട്രൈ ചെയ്തു. കുഴപ്പമില്ല, നല്ല ടേസ്റ്റുള്ള ബിരിയാണി. ഞങ്ങൾ തലശ്ശേരി ദം ബിരിയാണിയാണ് വാങ്ങിച്ചത്. ഒരു ബിരിയാണി വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. പക്ഷെ നല്ലോണം കുറേ റൈസൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ഞാൻ നല്ല കഴിക്കണവർക്ക് ഉണ്ടാവണം എന്നില്ല. പക്ഷെ അവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കാക്ക ഡയറ്റിലാണ്. അപ്പോൾ വല്ലാണ്ട് ഈ റൈസ് വല്ലാതെ കഴിക്കില്ല. ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ല ഭാഗ്യമായിരുന്നു. പിന്നെ ഒരു ചിക്കൻ 65 കൂടി വാങ്ങിച്ച്. അപ്പോൾ അത്യാവശ്യം നല്ലോണം പീസും ചോറും ഒക്കെ ഉണ്ടായിരുന്നു. റൈസൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? നല്ലൊരു കല്യാണ ബിരിയാണീൻ്റെ ഒക്കെ ഒരു നല്ല ടേസ്റ്റ്. അത് ഫ്രൈ ചെയ്ത ബിരിയാണിയാണ് കേട്ടോ. കാക്കാക്ക് അതാണ് ഇഷ്ടം. മറ്റേ നമ്മുടെ ലെഗോണിൻ്റെ ദം ബിരിയാണി താല്പര്യമില്ല, വലിയ ഇഷ്ടമല്ല. അപ്പോൾ അതാ ഞങ്ങൾ വിചാരിക്കണത് ഇവിടുന്ന് നേരെ ഹൈലൈറ്റിലേക്കാവും പോവാം. പോയിട്ട് പിന്നെ ജസ്റ്റ് നേരെ വരെ പോവാം. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കി. പക്ഷെ എന്താ പറയുക, എന്ത് മഴ. നിങ്ങൾ ഫോട്ടോ എടുക്കാൻ നിന്നാൽ അപ്പൻ്റെ മോൾക്ക് പ്രത്യേക തരം എക്സ്പ്രഷൻസും പ്രത്യേക തരം മൂഡുമാണ്. ചിരിക്കൂല. അവസാനം 1-2 ഫോട്ടോസെറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ സത്യം പറഞ്ഞാൽ ഈ എന്താ പറയുക ബീച്ചിൽ കൂടെ പോയാൽ തന്നെ ഭയങ്കര രസമാണ്. എനിക്ക് ഈ ബീച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ കാലിക്കറ്റിക്ക് വന്നിട്ട് ബീച്ചിക്ക് കുറച്ച് അയക്കണം കേട്ടോ. ഞങ്ങൾ വന്നിട്ട് ഇഷ്ടമാണെങ്കിൽ പോലും ഇങ്ങോട്ട് വല്ലാതെ വരവില്ല. വാ, അവിടെ കളി ടൈമൊക്കെ കഴിഞ്ഞു. ഇവിടെ
ഇവു 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 ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ടാ. ഞങ്ങൾ വന്നപ്പെട്ട ഡ്രസ്സൊന്നുമല്ല, ഞങ്ങൾ പിന്നെ അതിന് ശേഷം ഡ്രസ്സൊക്കെ മാറി. ഇപ്പൊ കയ്യിൽ തിരുമ്പോ മാത്രം നമ്മളൊരു കാര്യം വിചാരിച്ചാല് അത് നടത്തണം. ഇപ്പൊ ഉദ്ദേശം നമ്മള് എന്താണ് ആ ഒരു എയർ ഫ്രഷ്നർ ഇല്ലേ, അതാണ് ഉദ്ദേശം, ലക്ഷ്യം അതാണ്. അതുകൊണ്ട് വലിച്ചെടുക്കണം. ഈ കുട്ടിയെ ഇതൊക്കെ ഇതൊക്കെ ഇവനെ കണ്ണു ഇവൻ മൂട് തീരെ ശരിയല്ല. അപ്പൊ ഇതാ ഞങ്ങള് ഹൈലൈറ്റ് മള്ളെത്തിട്ടാ. അപ്പൊ ക്രിസ്മസിന്റെ കുറെ ഡെക്കറേഷൻസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഉണ്ട് അവിടെ ഏതോ സീസണിൽ വന്നാലും ആ സീസണിനനുസരിച്ചുള്ള ഫുള്ള് ഡെക്കറേഷൻസ് ആവും. മെയിൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മറ്റേ ഓണത്തിൻ്റെ സമയത്തല്ലേ നിന്ന് ഫുള്ള് പൂക്കളത്തിൻ്റെ നല്ല സൂപ്പറായിരുന്നു. അപ്പം എന്താ ഞങ്ങൾ കുഞ്ഞിപ്പാത്തുമ്മ ഉറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉറങ്ങിയതുകൊണ്ടാണ് ഇനിയിപ്പോൾ ടാസ്ക്. അപ്പോൾ ഓക്കെ എങ്ങനെയാണ് കോഫിൻ്റെ അപ്പതാ ഞങ്ങള് റിട്ടേൺ അടിച്ച് ഹൈലൈറ്റ് മാളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ അപ്പത്തിന് മറ്റേ ഉറങ്ങി. ഉറക്കം നല്ലോണം വന്ന സമയത്താണ് ഞങ്ങൾ ഹൈലൈറ്റ് മാളിൽ കയറിയത്. അപ്പോൾ കറക്റ്റ് അത് ഉറക്കാണ്ട് പോയി. ഹൈലൈറ്റ് മാളിൽ കയറുന്ന സമയത്ത് ഉറക്കാണ്ട് ഉണർന്നപ്പോൾ ഉറക്കം പോയപ്പോൾ പിന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വണ്ടിയിൽ കയറിയൊക്കെ തന്നെ നല്ല ഉറക്കമായി. അപ്പോൾ ഞങ്ങൾ ഏകദേശം യൂണിവേഴ്സിറ്റി കഴിഞ്ഞു. ഇനി നേരെ റിട്ടേൺ വീട്ടിലേക്ക്. വല്ലാതെ ഇരുട്ടാവാതാണ് പോകണം വിചാരിച്ചിട്ട് ഞങ്ങൾ വല്ലാതെ വൈകാതെ തന്നെ ഇരുട്ടാവാതെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. സാധാരണ ഞങ്ങൾ ഹൈലൈറ്റ് മാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നും രാത്രിയാവും. അപ്പോൾ പിന്നെ ഇന്ന് ആദ്യം അമ്മ പറഞ്ഞു കുറച്ച് നേരത്തെ വല്ലാണ്ട് നേരം വൈകണ്ട. അപ്പോൾ പിന്നെ 5:30 ഇപ്പം യൂണിവേഴ്സിറ്റി കഴിഞ്ഞ്. ഇപ്പോൾ പിന്നെ ഹൈവേ ആയതുകൊണ്ട് പിന്നെ നല്ല സ്മൂത്ത് റോഡായതുകൊണ്ട് പിന്നെ വലിയ വിഷയമില്ല, പെട്ടെന്ന് എത്തും. പിന്നെ എന്താ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതേപോലെ ഞങ്ങളിങ്ങ് പോകുന്ന സമയത്ത് അവിടെ എത്താൻ നേരത്ത് അവിടെ എത്തണേക്കായി മുന്നേ വൈലത്തൂർ ആസ്ഥാന ബേക്കറി എന്ന് പറയും, നല്ല ടേസ്റ്റുള്ള ക്രീം ബണ്ണുണ്ട്. ഇൻഷാ അല്ലാഹ് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റുവെച്ചാൽ അതിൽ കൂടെ തിരൂർ കൂടെ തന്നെ ആവും പോവാം. അപ്പോൾ ഞങ്ങൾ വൈലത്തൂരിൽ നിന്ന് അത് വാങ്ങിക്കും. അത് വാങ്ങിക്കാണ്ട് നേരെ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതൊന്നും കാണിച്ചിട്ടില്ല. ഞങ്ങളെന്നും വാങ്ങിക്കണ മാതിരി തന്നെ അതിന് മാത്രം സാധനങ്ങളൊന്നുമില്ല. കുറച്ച് സാധനങ്ങളൊക്കെ അതൊക്കെ വാങ്ങിച്ച് കണ്ടു പോകുന്നത്. എനിക്ക് എന്തെങ്കിലും പറയാണ്ടാ? ഒന്നും പറയല്ല. അപ്പൊ അതാ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ബാക്കി സ്ഥാന ബേക്കറിയിൽ നിന്ന് അത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റുവെച്ചാൽ കാണിച്ചു തരാം.